ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വായന ഭാഗം 2 ശമൂവേൽ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ന്യായാധിപന്മാർ 13 അധ്യായം 16 വാക്യം. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. സോരാധ്യ ദേശക്കാരനും ദാൻ ഗോത്രക്കാരനുമായിരുന്നു മനോഹ. പ്രാർത്ഥനയിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്ത ഭക്തനായിരുന്നു മനോഹ. മനോഹയ്ക്കും ഭാര്യയ്ക്കും ദീർഘനാൾ മക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായി ദൈവം അവർക്കൊരു മകനെ നൽകുന്നു. അങ്ങനെ യഹോവയുടെ വാഗ്ദാനപ്രകാരം അവർക്ക് ജനിച്ച ശിശുവിന് അവർ ശിംശോൻ എന്ന പേരിട്ടു. ഈ ശിംശോനായിരുന്നു വേദപുസ്തകത്തിലെ അതിശക്തനായ പുരുഷൻ, അഥവാ അസാധാരണ ശക്തിയും കഴിവും ഉണ്ടായിരുന്ന വ്യക്തി. എന്നാൽ ഇന്ന് മനോഹയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു മനോഹ. വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭക്തനായ പുരുഷനായിരുന്നു മനോഹ. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് ന്യായാധിപന്മാർ 13 അധ്യായം 8-9 വാക്യങ്ങളിൽ പറയുന്നത്. ദൈവ സംസർഗത്തിനാണ് പൊതുവെ പ്രാർത്ഥനയെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു. അതിലൂടെയാണ് മനുഷ്യർ ദൈവത്തെ അറിയുന്നതും വിശ്വസിക്കുന്നതും. ദൈവാലയത്തിലോ ഭവനത്തിലോ ഒരു ആരാധകന് ഏതു സമയത്തും സ്വകാര്യ പ്രാർത്ഥന നടത്താവുന്നതാണ്. എന്നാൽ ഇവിടെ മനോഹ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിനായിരുന്നു. ന്യായാധിപന്മാർ 13 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. മനോഹയുടെ പ്രാർത്ഥനാ ജീവിതമാകുന്നു നമുക്ക് ഇതിലൂടെ വെളിവാകുന്നത്. രണ്ടാമതായിട്ട്, യഹോവയ്ക്ക് യാഗം കഴിക്കുന്ന മനോഹ. ദൈവത്തെയും മനുഷ്യനെയും യോജിപ്പിലേക്ക് നയിക്കുന്നതാണ് യാഗം. എല്ലാവിധ അർപ്പണവും യാഗത്തിൽ ഉൾപ്പെട്ടിരുന്നു. ജീവനുള്ള മൃഗങ്ങളെ കൊന്ന് അഗ്നിയിൽ ഹോമിക്കുന്നതാണ് യാഗമെന്ന പദം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മദ്ബഹ അഥവാ അൾത്താര യാഗപീഠത്തിന്റെ ഒരു പരിഷ്കൃത രൂപമാണ്. ഇവിടെ മനോഹ യഹോവയ്ക്ക് യാഗം കഴിക്കുന്നു. എന്നാൽ ആ ദൈവദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടൊപ്പം കയറിപ്പോയതായും അങ്ങനെയാണ് അത് ദൈവദൂതനായിരുന്നു എന്ന് മനോഹയും ഭാര്യയും തിരിച്ചറിഞ്ഞത് എന്നും പറയുന്നുണ്ട്. ജീവിതത്തിന്റെ വിശുദ്ധിയും പവിത്രതയും ദൈവത്തെ കാണുവാൻ മനോഹയെ പ്രാപ്തനാക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഈ ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ പിതാവേ, അവിടുത്തെ സാന്നിധ്യം അനുഭവവേദ്യമാക്കുവാൻ ഞങ്ങൾക്കും ഇടവരുത്തണമേ. ആമേൻ.